കൊണ്ടുവന്നു കേട്ടോ. ഞാനും വർക്ക്ഷോപ്പിൽ പോയി മറ്റേ താക്കോലിൻ്റെ സെറ്റൊക്കെ വാങ്ങി. ഇനിയിപ്പോൾ അത് കൊടുക്കണം. ഇനി അതിൻ്റെ കുറച്ച് പ്രൊസീജിയറാണ് കേട്ടോ. അപ്പോൾ അവിടെ കുറേ ഇന്ന് ഫുൾ ഞാൻ വർക്ക്ഷോപ്പിലായിരുന്നു പകുതി സമയം കേട്ടോ. ഏകദേശം മോന്തയായി കേട്ടോ. എൻ്റെ യൂട്യൂബിന് വേണ്ടിയിട്ട് ഹായ് പറയുന്ന പ്രജീഷേട്ടനാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. പിന്നെ ഈ ബാബുവേട്ടനാണ് പിന്നെ അന്നത്തെ ഡേ മൊത്തം കോമഡി ആക്കി തന്നത്. ബാബുവേട്ടൻ വന്നിട്ട് ചോദിച്ചു നിങ്ങൾ വണ്ടി ഇങ്ങനെ താക്കോല് കുടുങ്ങിയെന്ന് ചോദിച്ചപ്പോൾ ഈ മോയിന്റെ എന്തൊക്കെ ഉത്തരം പറഞ്ഞു കൊടുക്കണം കേട്ടോ നിങ്ങൾ കാണുന്നത്. കുടുങ്ങി പോയി. എന്നിട്ട് വേണേ ഞാൻ വിളിച്ചു ഇതൊന്ന് ഊരി തരുവോച്ച്. ഊരി സാധനം കിട്ടി. അത് ഫോട്ടോ എടുത്ത് വെച്ചാ പട്ടി ഉപ്പ് കിട്ടേനും. അപ്പൊ വേണ്ട ചെയ്തു അവട്ടോട്ടാളിഞ്ഞു പുതിയ കിട്ടിയില്ലേ പറഞ്ഞാൽ അതെ 2 ചാവി അതുകൊണ്ട് കിട്ടി. അതെ അതെ നല്ലോണം നോക്കിക്കോളി. നാളെ നിങ്ങള് വൈറലാവും. അഭിമാനം ഇത് അപമാനം. വണ്ടി എങ്ങനെ കേടുന്നൊക്കെ ചോദിച്ചപ്പോ ഇവൻ പറഞ്ഞു കൊടുത്തത് എന്താ പല്ല് തൊണ്ടിപ്പം താക്കോല് പൊട്ടിയതാന്നൊക്കെ കേട്ടോ പറഞ്ഞു കൊടുത്തത്. പിന്നെ ഞാൻ കറക്റ്റ് ആയിട്ടൊക്കെ പറഞ്ഞു കൊടുത്തു. എനിക്ക് വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടാന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാട്ടോ ഞാൻ ഒന്നുകൂടി പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ കുറെ നേരം അവിടെ അങ്ങനെ സമയം പോയത് ഇങ്ങനെ കുറച്ച് ജോക്സും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് പെട്ടെന്ന് പണിയും തീർന്നു നമുക്ക് തോന്നിട്ടോ. അത്യാവശ്യം ടൈം എടുത്തേക്ക് മോന്തിയായി രാത്രി കഴിക്കണേ. ഞാൻ 8 മണി എനിക്കിന് പുരയിലെത്തും കേട്ടോ. ഇനിയും പണി ഉണ്ടായിരുന്നു. താക്കോലൊക്കെ കുടുക്കി ലാസ്റ്റിന്റെ വണ്ടിന്റെ കത്തം വാങ്ങാനൊക്കെ കഴിച്ചിട്ടോ. എന്റെ വണ്ടി കിടക്കണത് കണ്ടിട്ട് പ്രാർത്ഥിക്കാണ് ഗൈസ്. മൗലൂദൊക്കെ നടത്താണ് കണ്ടോ പാവണ്ടി കിടക്കണ്. അങ്ങനെ അതിന്റെ കത്തം വാങ്ങിയാലൊക്കെ നമ്മൾ അവിടെ തന്നെ കഴിച്ച്. പിന്നെ അൽഹംദുലില്ലാ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടിട്ടോ വണ്ടി. കുറെ നേരം ടൈമായി. കുറച്ച് പൈസ ഞാൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയത് അത്യാവശ്യം പൈസ ആയിട്ട് പൊട്ടിച്ചു. എന്താ അറിയില്ല. പാവോട്ടിന് എന്തിനാ വന്നറിയോപ്പോ ആ ഡിക്കി തുറന്നപ്പോഴേ എന്റെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിട്ട് വന്നതാ. പക്ഷെ അങ്ങനെ ഇന്നൊന്നുമില്ല. കണ്ടപ്പോ തിരിച്ചങ്ങനെ പോയി. ഇതൊക്കെ പറയാട്ടോ. അങ്ങനെ ലാസ്റ്റ് നമ്മളെ വണ്ടി സ്റ്റാർട്ടാക്കിട്ടോ. അങ്ങനെ ഞാൻ നേരെ വിട്ടു പോർക്ക് വാപ്പച്ചാണ് വിളി. അങ്ങനെ എന്റെ യൂട്യൂബ് ചാനലൊക്കെ ഞാൻ ഇപ്പരെ കൊണ്ട് നൈസായിട്ടൊന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യിപ്പിച്ചു. നിങ്ങളെ വീഡിയോ വരും കേട്ടോ നോക്കി നന്നോളി എന്നൊക്കെ പറഞ്ഞിട്ട് പോന്നതാണ്. ഇങ്ങനെ ഓലെ കൊണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. മറ്റോരെ പിന്നെ മറ്റോരെ ഫോണിൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചു കേട്ടോ. 2 ഫോണിലും സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചു. അങ്ങനെ അത് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കി നൈസായിട്ട് പെരുക്കി വിട്ട്